നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 1.25 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ചവറ സ്വദേശി ജിതിനാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വിദേശമദ്യ ശേഖരവുമായി യുവാവ് പിടിയിൽ. കോട്ടയ്ക്കൽ സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. പെട്രോളിംഗിനിടെയാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോനാണ് അറസ്റ്റിലായത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇയാൾ ഉപദ്രവിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. 1.25 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ചവറ സ്വദേശി ജിതിനാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 1.25 കിലോ കഞ്ചാവുമായാണ് യുവാവിനെ പിടികൂടിയത്. ചവറ തോട്ടിന് വടക്ക് മുല്ലവയൽ തെക്കതിൽ ജിതിനാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് ചവറ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വീട്ടിലാണ് ഇയാൾ 1.25 കിലോ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. 5 ഗ്രാമിന്റെയും 10 ഗ്രാമിന്റെയും പൊതികള കഞ്ചാവ് വിൽപ്പന നടത്തി വരികയാണ് ഇയാൾ ചെയ്തത്. ഇലക്ട്രോണിക് ത്രാസും വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഇയാൾക്ക് കഞ്ചാവ് നൽകുന്ന സംഘത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SHO VS അജീഷ്, SIമാരായ VS രഞ്ജിത്ത്, B ഗോപാലകൃഷ്ണൻ, ഡാൻസ് ഓഫ് SI കണ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂസ് ബ്യൂറോ, ചവറ. കൊല്ലം തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങളിൽ കേന്ദ്ര സംഘം സന്ദർശനം നടത്തി. ഫിഷറി സർവേ ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരാണ് പരിശോധനയ്ക്കെത്തിയത്. തീരം സന്ദർശിച്ച സംഘം തീരദേശവാസികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറും കേന്ദ്ര സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. ഈ മണ്ണിനടി കിടക്കുന്ന ഒരു വീടായി മണ്ണിനടി കള്ളക്കടൽ പ്രതിഭാസത്തിൽ കൊല്ലം താന്നി മുതൽ മുണ്ടക്കൽ വരെ നിരവധി വീടുകളാണ് കടലെടുത്തത്. വിഷയത്തിൽ അധികൃതർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്നാരോപിച്ച് റോഡ് വിരോധം അടക്കമുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി തീരദേശവാസികൾ രംഗത്തെത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര ഫിഷറീസ് സംഘം പ്രശ്നബാധിത മേഖലയിൽ പരിശോധനയ്ക്കെത്തിയത്. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ സോണൽ ഡയറക്ടർ സിജോ P വർഗീസ്, ഫിഷറീസ് സയന്റിസ്റ്റ് സോളി സോളമൻ, എഞ്ചിനീയറിംഗ് സൂപ്രണ്ട് ജോഷ് അശോകൻ എന്നിവരടങ്ങുന്ന 3 അംഗ സംഘമാണ് പരിശോധന നടത്തിയത്. കടലേറ്റം രൂക്ഷമായ മുണ്ടക്കൽ വെടിക്കുന്ന് പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം വീട് നഷ്ടപ്പെട്ടവരോടടക്കം വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇലക്ഷൻ സമയമാണ്, അതുകൊണ്ട് മന്ത്രി നേരിട്ട് വന്ന് വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കേന്ദ്ര ഫിഷറീസ് സംഘത്തെ ഇന്നിവിടെ അയച്ചിരിക്കുന്നു. അവർ വന്ന് ഈ പ്രദേശം മുഴുവൻ കണ്ടിരിക്കുന്നു. ഇനി അവർ റിപ്പോർട്ട് കൊടുക്കും. ഉടനെ 2 ദിവസത്തിനുള്ള നടപടി നല്ല പറഞ്ഞു വരുന്നത്. ശക്തമായ ഒരു പരിഹാര മാർഗത്തിന് വഴി തേടാനുള്ളതാണ്. കാരണം ഒരു ജൂൺ മാസം കഴിയുമ്പോഴത്തേക്ക് സർക്കാർ പുതിയതായിട്ട് വന്നു കഴിയുമ്പോൾ ഈ റിപ്പോർട്ട് ടേബിളിൽ അപ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് വീണ്ടും ഒരു സംഘത്തെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ശാശ്വതമായ പരിഹാരത്തിന് നടപടി എടുക്കുന്നതിന്റെ തുടക്കമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഫിഷറീസ് സംഘം ഇവിടെ വന്നിരിക്കുന്നത്. ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര ഫിഷറീസ് വകുപ്പിന് സമർപ്പിക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ ഉണ്ടാകുക. NDA സ്ഥാനാർത്ഥി G കൃഷ്ണകുമാറും കേന്ദ്ര സംഘത്തിനൊപ്പം എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടം സന്ദർശിച്ച കൃഷ്ണകുമാർ കേന്ദ്ര ഫിഷറീസ് മന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് തീരദേശവാസികളുടെ ദുരിതാവസ്ഥ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് പരിശോധനാ സംഘം എത്തിയത്. 3 ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാമെന്ന ജില്ലാ കളക്ടർ N ദേവിദാസിന്റെ ഉറപ്പിലാണ് കഴിഞ്ഞ ദിവസം തീരദേശവാസികൾ സമരം അവസാനിപ്പിച്ചിരുന്നത്. അതിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ മാതൃകയായിരിക്കും. ഇപ്പോൾ ഇവർക്കറിയാം കടലിന്റെ രൂപവും ഭാവവും മാറുന്നത് ഓരോ സ്ഥലങ്ങളിൽ. അതാത് സ്ഥലങ്ങളിൽ എന്താണോ അത് ശാസ്ത്രീയമായി പഠിച്ചു വേണം. അല്ലാതെ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം, ഒരു പുലിമുട്ട് കെട്ടിയാൽ തീരും, അങ്ങനെയല്ല. ഈ പുലിമുട്ട് കെട്ടിയാൽ ഇവിടെ പ്രശ്നം പരിഹരിക്കും, അപ്പുറത്ത് പ്രശ്നം ഉണ്ടാകുമോ, ഇതെല്ലാം പഠിക്കേണ്ടവരാണ്. നമ്മളത് പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വലിയൊരു സംഘത്തെ കൊണ്ട് പഠിപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ നല്ലതും ഇവർക്ക് നീണ്ടകാലം സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു പരിഹാര മാർഗം, ഒപ്പം ഇവരുടെ വീടുകളുടെ കാര്യത്തിൽ അതും വലിയൊരു തീരുമാനമെടുക്കേണ്ട. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സർവീസ് പെൻഷൻകാർ പ്രതിഷേധ സദസ്സ് നടത്തി. പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. പെൻഷൻകാരെ ഇടതുപക്ഷ സർക്കാർ വഞ്ചിച്ചെന്നാരോപിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പെൻഷൻ സമൂഹത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ വർഷങ്ങളായി നിഷേധിച്ചും 2021 ജനുവരി മുതൽ അനുവദിച്ച 2 ഗഡു ക്ഷാമാശ്വാസത്തിന്റെ 39 മാസത്തെ കുടിശ്ശിക തട്ടിയെടുത്തും സംസ്ഥാനത്തെ പെൻഷൻകാരെ വഞ്ചിച്ച ഇടതുപക്ഷ സർക്കാരിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ചുമാണ് കരുനാഗപ്പള്ളി സബ് ട്രഷറിക്ക് മുന്നിൽ KSSPA നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന പെൻഷൻകാർ പ്രതിഷേധ സദസ്സ് നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് AA റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു.
ഒരുമാതിരിയായി ഇവിടുത്തെ കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ DAയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്നലകളിൽ DAയുടെ ഉത്തരവുകൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഏത് സർക്കാർ എന്ന് മുതൽ DA അനുവദിച്ചാലും ആ DAയുടെ കുടിശ്ശിക എന്നുവരെയുള്ള DA ഒന്നുകിൽ നഷ്ടപ്പണമായി കൊടുക്കും, അതല്ലെങ്കിൽ റോഡും മണ്ണിൽ ലയിപ്പിക്കും, അല്ലെ കുടിശ്ശിക ഒറ്റത്തവണയായിട്ട് കൊടുക്കും, അല്ലെ ഘടിക്കളായിട്ട് കൊടുക്കും. അത് ഇന്ന മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് DAയുടെ ഉത്തരവുകളെല്ലാം ഇന്നലകളിൽ മാറി മാറി വന്ന സർക്കാരുകളെല്ലാം അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു DA അനുവദിക്കുമ്പോൾ അതും 39 മാസക്കാലം 30,000, 40,000, 50,000 രൂപയുടെ കുടിശ്ശികയാണ് ഈ സാധാരണക്കാരായ വയോധികരായ പെൻഷൻ സുഹൃത്തുക്കളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കൊണ്ടാണ് അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ ഈ സർക്കാർ കവർന്നെടുത്തത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് C. ഗോപിനാഥ പണിക്കർ അധ്യക്ഷനായിരുന്നു. പെൻഷൻ പരിഷ്കരണത്തിന്റെ 4ാം ഗഡുവും അനുവദിച്ച ക്ഷാമാശ്വാസ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കളും എന്ന് ലഭിക്കുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. 2021 ജൂലൈ മുതൽ 2024 ജനുവരി വരെ അർഹമായ 6 ഗഡു ക്ഷാമാശ്വാസം ഇനിയും കുടിശ്ശികയായി അവശേഷിക്കുന്നു. 10,000-കണക്കിന് വയോധികരായ പെൻഷൻകാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ് മരണപ്പെടുന്നു. 80 വയസ്സിന് മുകളിലുള്ളവർക്കെങ്കിലും തടഞ്ഞുവച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. വനിതാ ഫോറം സംസ്ഥാന രക്ഷാധികാരി A. നസീൻ ബീവി, സംസ്ഥാന കമ്മിറ്റി അംഗം സുന്ദരേശൻ, സംസ്ഥാന ഓഡിറ്റർ K. ഷാജഹാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് H. മാര്യത്തി ബീവി, ജില്ലാ സെക്രട്ടറി R. രാജശേഖരൻ പിള്ള, നിയോജകമണ്ഡലം സെക്രട്ടറി E. അബ്ദുൽ സലാം, സംസ്ഥാന കൗൺസിലർമാരായ പ്രൊഫസർ R. രവീന്ദ്രൻ നായർ, R. വിജയൻ, P. സോമൻ പിള്ള, J. വിശ്വംഭരൻ, P. പ്രഭ, നൂർ മുഹമ്മദ്, B. അനിൽകുമാർ, A. അജയകുമാർ, ലത്തീഫ് ഒറ്റത്തെങ്ങിൽ, P. K. രാധാമണി, ഇന്ദിര നടുവിലക്കര, Y. ഖാലിദ് കുഞ്ഞ്, പരിമളം വിജയൻ, ജോർജ് ക്ലിഫോർഡ്, കാർഡോസ്, G. ശ്രീകുമാർ, R. M. ശിവപ്രസാദ്, നിസാമുദ്ദീൻ, ഓമനക്കുട്ടൻ, രഘു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മാനസിക നില തെറ്റി അലഞ്ഞുതിരിഞ്ഞ നേപ്പാൾ സ്വദേശിയെ പോലീസ് സഹായത്തോടെ സന്നദ്ധ പ്രവർത്തകർ അഭയകേന്ദ്രത്തിലെത്തിച്ചു. കടപ്പാക്കടയ്ക്ക് സമീപം അലഞ്ഞുതിരിഞ്ഞു നടന്ന സുനിൽ ചൗധരിയാണ് കൊല്ലം ഈസ്റ്റ് പോലീസിന്റെ സഹായത്തോടെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചത്. കൊല്ലം കടപ്പാക്കട ഭാഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി അലഞ്ഞുതിരിഞ്ഞു നടക്കുകയായിരുന്നു ഈ യുവാവ്. ആരോ ശാരീരികമായി ഉപദ്രവിച്ചതിനെ തുടർന്ന് അവശനിലയിൽ കഴിഞ്ഞ യുവാവിനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സബ് ഇൻസ്പെക്ടർ SS ദിൽജിത്ത് ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേഷിനെ വിവരമറിയിക്കുകയുമായിരുന്നു. ഗണേഷും ശാസ്താംകോട്ട അഗ്നിശമന സേനയിലെ ഉദ്യോഗസ്ഥൻ മനോജും ചേർന്ന് തേവലക്കരയിലുള്ള കാർമൽ അഭയകേന്ദ്രത്തിൽ സുനിൽ ചൗധരിയെ എത്തിച്ചു. സുനിൽ ചൗധരി എന്ന പേര് പറയുന്ന അപ്പൊ ഏജ് കിട്ടണ 29 29 വയസ്സുള്ള ഈ മകനെ ജീവകാരുണ്യ പ്രവർത്തകനും സ്നേഹനിലയത്തിന്റെ പ്രിയപ്പെട്ടവനുമായ ഗണേഷ് അണ്ണനും ഫയർഫോഴ്സിലെ ജീവനക്കാരനായ സ്നേഹനിലയത്തിന്റെ തന്നെ പ്രിയപ്പെട്ട മഹസാറും ചേർന്ന് അദ്ദേഹത്തെ സ്നേഹനിലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും, അതായത് പെസഹായുടെ അന്നും അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തന്റെ സാന്നിധ്യം തെളിയിച്ചുകൊണ്ട് സ്നേഹനിലയത്തിന് ഒരു പ്രിയപ്പെട്ട വ്യക്തിയെ കൊണ്ടുവന്ന് ആക്കിയിരുന്നു. അഭയകേന്ദ്രം ട്രസ്റ്റ് ചെയർമാൻ മനോജ് M. കോശി വൈദ്യൻ സന്നിഹിതനായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുട്ടിയം. വിദേശ മദ്യശേഖരവുമായി യുവാവിനെ കൊല്ലം ചടയമംഗലം പോലീസ് പിടികൂടി. പോലീസ് സംഘം പെട്രോളിംഗ് നടത്തവേ പോലീസിനെ കണ്ട് അതിവേഗത്തിൽ പോയ സ്കൂട്ടർ പിടികൂടിയപ്പോഴാണ് അനധികൃത മദ്യശേഖരം കണ്ടെത്തിയത്. ആയൂർ ബിവറേജസ് കോർപ്പറേഷന്റെ മുന്നിൽ ചടയമംഗലം SI മനോജിന്റെ നേതൃത്വത്തിലായിരുന്നു പെട്രോളിംഗ് നടത്തിയത്. കോട്ടയ്ക്കൽ കൃഷ്ണവിലാസത്തിൽ 41 വയസ്സുള്ള രാജേഷാണ് മദ്യശേഖരവുമായി ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. സ്കൂട്ടറിൽ ശേഖരിച്ചു വെച്ചിരുന്ന ഇയാളുടെ പക്കൽ നിന്നും 8 ലിറ്ററോളം വിദേശമദ്യം പിടികൂടി. കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾ വിദേശമദ്യം വാങ്ങി സ്കൂട്ടറിൽ കൊണ്ടുനടന്ന് അനധികൃതമായി വിൽപ്പന നടത്തി വരികയായിരുന്നു എന്നാണ് വിവരം. കഴിഞ്ഞ കൊറോണ കാലത്ത് താൻ വിദേശമദ്യ വ്യാപാരം നടത്തിയിരുന്നതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. അനധികൃതമായി വിദേശമദ്യം വാങ്ങി സൂക്ഷിക്കുകയും കച്ചവടം നടത്തുന്ന ആളുകളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമാക്കുമെന്ന് ചടയമംഗലം SI മനോജ് പറഞ്ഞു. രാവിലെയുള്ള വാഹന പരിശോധനയ്ക്കിടയിലാണ് ഈ വാഹനം സംശയാസ്പദമായി കാണപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മളെ കണ്ടപ്പോൾ തന്നെ വാഹനം എടുത്തു പോകാൻ ശ്രമിച്ചു. അപ്പോൾ ഞാനും പോലീസ് പാർട്ടിയായിട്ട് ചേസ് ചെയ്താണ് ആയുധ വെച്ചാണ് പിടിക്കുന്നത്. പിടിച്ച് ഇയാളുടെ കയ്യിലുള്ള ബാഗ് തുറന്നു നോക്കി ഒരു 19 കുപ്പി വിദേശമദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇയാൾ തന്നെ പറയുന്നുണ്ട്, 400 രൂപയ്ക്ക് ബിവറേജിൽ നിന്ന് വാങ്ങുന്ന സാധനം പുറത്ത് 500 രൂപയ്ക്കും 300 രൂപയ്ക്ക് ബിവറേജിൽ നിന്ന് വാങ്ങുന്ന സാധനം 400 രൂപയ്ക്കും വിൽക്കാറുണ്ട്. ഇയാൾ കോട്ടുകൽ സ്വദേശിയാണ്. നേരത്തെ ഇയാൾ കച്ചവടമുണ്ട്, വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, അല്ലാതെ കിട്ടിയതാണ്. 8.375 ലിറ്റർ മദ്യമാണ് എൻ്റെ പിടിച്ചെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.
കായംകുളം MSM കോളേജ് 1990-92 പ്രീ ഡിഗ്രി ബാച്ച് ഇഫ്താർ സംഗമം നടത്തി. ഓച്ചിറയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കായംകുളം MSM കോളേജിലെ 1990-92 പ്രീ ഡിഗ്രി ബാച്ചാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. സ്നേഹതീരം എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഓച്ചിറയിൽ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ ബിനു MM അധ്യക്ഷത വഹിച്ചു. വഹാബ് മുഖ്യപ്രഭാഷണം നടത്തി. മനു രാമചന്ദ്രൻ, സ്മിത, ബിജു കൊപ്പാറ, ബിജു വി, ബിനീഷ്, അലിഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ദ്വിദിന ചെസ് വിദഗ്ധ പരിശീലന ക്യാമ്പ് നടത്തി. കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക ഗ്രന്ഥശാലയുടെയും നൈറ്റ് ചെസ് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തിയത്. കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി സ്മാരക ഗ്രന്ഥശാലയുടെയും നൈറ്റ് ചെസ് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ദ്വിദിന ചെസ് വിദഗ്ധ പരിശീലന ക്യാമ്പ് നടത്തിയത്. ടൗൺ ക്ലബിൽ നടന്ന പരിശീലന ക്യാമ്പ് ഗ്രന്ഥശാല സെക്രട്ടറി A. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. R. രാജു അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനവും സമ്മാന വിതരണവും ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് N. രാജൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഇടക്കുളങ്ങര ഗോപൻ അധ്യക്ഷത വഹിച്ചു. S. ശിവകുമാർ, A. സജീവ്, R. രാജു, G. ഹരിദാസ്, PG ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ജില്ലകളിൽ നിന്നായി 60ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോനാണ് അറസ്റ്റിലായത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇയാൾ ഉപദ്രവിച്ചത്. 7 വയസ്സുകാരിയെ ഉപദ്രവിച്ച കേസിലാണ് യുവാവിനെ പോലീസ് പിടികൂടിയത്. കരുനാഗപ്പള്ളി തടയിൽ വീട്ടിൽ 46-കാരനായ കുഞ്ഞുമോനെയാണ് കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അതിജീവിതയുമായുള്ള പരിചയം മുതലെടുത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധ എത്താതിരുന്ന സമയം നോക്കി ഇയാൾ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടി ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമാക്കിയതിനെ തുടർന്ന് രക്ഷിതാക്കൾ നടത്തിയ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കരുനാഗപ്പള്ളി SHO മോഹിത്തിന്റെ നേതൃത്വത്തിൽ SIമാരായ ഷിജു, ജിഷ്ണു, ഷാജിമോൻ, ASI വേണുഗോപാൽ, CPOമാരായ ഹാഷിം, രാജീവ് കുമാർ എന്നിവരുൾപ്പെട്ട സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം സ്വീപ് ടീമിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വോട്ട് വള്ളത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും ഇലക്ഷൻ ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. മൺട്രോത്തുരുത്ത് S വളവിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ വോട്ട് ചെയ്യും, നമ്മൾ വോട്ട് ചെയ്യും, കൊല്ലം വോട്ട് ചെയ്യും എന്ന സന്ദേശമുയർത്തിയായിരുന്നു പരിപാടി. ഇഷ്ടമാണോ? എങ്ങനെയാണ് വോട്ട് ചെയ്യാൻ പോകുമല്ലോ? നമ്മുടെ ജനാധിപത്യം നമ്മളെ ആര് ഭരിക്കണം, നമ്മളെങ്ങനെ ഭരിക്കണം എന്ന് തിരഞ്ഞെടുക്കുന്ന ആളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ 2ാമത്തെ ലോക്സഭ ഇലക്ഷനാണ് ഇപ്പോൾ. കൊല്ലം ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലും തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനങ്ങൾ എത്തിക്കുകയാണ് സ്വീപ് ടീമിന്റെ ലക്ഷ്യം. കൊല്ലം സ്വീപ് ടീം അംഗങ്ങളായ N. അനിൽകുമാർ, C. വിനോദ് കുമാർ, G. വിനോദ് കുമാർ, ദിവ്യ ഹരിദാസ്, രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു. കാണാൻ വന്ന വിനോദസഞ്ചാരികൾക്കും ഇലക്ഷൻ കമ്മീഷന്റെ സ്വീപ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമുക്കറിയാം 2024 ഏപ്രിൽ 26 ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ്. ഈ ഉത്സവം പെർസെന്റേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നുള്ള ആ ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ദേവികുളങ്ങരയിൽ കുടുംബസംഗമം നടത്തി. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബസംഗമം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് 3ാം വാർഡിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് കുടുംബസംഗമം നടത്തിയത്. ദേവികുളങ്ങര പഞ്ചായത്ത് 3ാം വാർഡിലായിരുന്നു കുടുംബസംഗമം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അവിടെ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ആവശ്യത്തിന് കശുവണ്ടി മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ തൊഴിൽ ദിനങ്ങളില്ല. കാരണം എന്താ, പല ഫാക്ടറികളും പൂട്ടിക്കെട്ടി. അപ്പൊ അവരൊക്കെ പുറം നാടുകളെ ആശ്രയിക്കുകയാണ്. എന്നാൽ കശുവണ്ടി കഴിക്കുന്നതിന് കുറവുണ്ടോ? അതില്ല. കശുവണ്ടി എല്ലാ മേശപ്പുറത്തും തീൻമേശയിലുണ്ട്. പക്ഷേ കശുവണ്ടി തൊഴിലാളികളുടെ പണി കുറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പാലമുറ്റത്ത് വിജയകുമാർ, കൊട്ടാരം ഉണ്ണികൃഷ്ണൻ, പാറയിൽ രാധാകൃഷ്ണൻ, R. രാജേഷ്, കൊച്ചുമുറി രമേശ്, കൃഷ്ണകുമാരി, സരസ്വതി രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കോൺഗ്രസ് ബൂത്ത് കൺവെൻഷൻ നടത്തി. പാവുമ്പ മണ്ഡലം 78ാം ബൂത്ത് കൺവെൻഷനാണ് നടത്തിയത്. കോൺഗ്രസ് പാവുമ്പ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 78ാം ബൂത്ത് കമ്മിറ്റിയുടെ കൺവെൻഷൻ നടത്തിയത്. കോൺഗ്രസ് നേതാവ് മണിലാൽ ചക്കാലത്തറ ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് പോകുന്നതാണ് ബഹുസ്വരതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 2014 മുതൽ നാളിത് വരെയുള്ള ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ബഹുസ്വരത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ മുദ്രാവാക്യം നമ്മുടെ രാജ്യത്ത് നിന്ന് മൺമറഞ്ഞു. ഇന്ന് ബഹുസ്വരത മാറിയിട്ട് ഏകസ്വരം
മാത്രമാണ്. ബൂത്ത് പ്രസിഡന്റ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹനാസ് മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും വലിയ ഈ രാജ്യത്തെ പട്ടിണി പാവങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രശ്നമാണ് വിലക്കയറ്റം. നമുക്കെല്ലാവർക്കും അറിയാം, 2014 നമ്മളുടെ ഗവൺമെന്റ് UPA ഗവൺമെന്റ് ശ്രീ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് അധികാരം വിട്ടൊഴിയുമ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ് ഇത് നമ്മളൊരു മൈക്ക് കെട്ടി പ്രസംഗിക്കേണ്ടതല്ല. മേലൂട്ട് പ്രസന്നകുമാർ, അഡ്വക്കേറ്റ് B അനിൽകുമാർ, പാവുമ്പ സുനിൽ, നീതു ശശിധരൻ, മറ്റത്ത് സുഖരാജൻ, ദിവാകരൻ, ടോമി എബ്രഹാം, ചന്ദ്രൻപിള്ള, P വേണുഗോപാൽ, സന്തോഷ് പാവുമ്പ, ചന്ദ്രൻപിള്ള, C ബാബുകൃഷ്ണൻ, രാജീവ് മാരൂർ, ശാലിനി, രാമരാജ് കുമാർ, സംഭു, ചിത്രാംബരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തഴവ. SDPI കൊല്ലം മണ്ഡലം നേതൃസംഗമം നടത്തി. ചാത്തനാംകുളത്താണ് നേതൃസംഗമം നടത്തിയത്. SDPI കൊല്ലം മണ്ഡലം പ്രസിഡന്റ് ഷെഫീഖ് കരുവയുടെ അധ്യക്ഷതയിലാണ് നേതൃസംഗമം നടന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ നേതൃസംഗമം ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ അഞ്ചുമുക്ക്, മണ്ഡലം സെക്രട്ടറി നൌഷാദ് പത്തായക്കല്ല്, ഓർഗനൈസിംഗ് സെക്രട്ടറി ബിനോയ് അബ്ദുൽസലാം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. മണപ്പള്ളി അഴകിയകാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായാണ് പൊങ്കാല നടന്നത്. നിരവധി ഭക്തർ പൊങ്കാലയിൽ പങ്കെടുത്തു. തഴവ മണപ്പള്ളി അഴകിയകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലാണ് പൊങ്കാല നടന്നത്. മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായായിരുന്നു പൊങ്കാല. തന്ത്രി മുരിങ്ങൂർമനയിൽ നാരായണൻ നമ്പൂതിരി, മേൽശാന്തി പാവുമ്പ മാമ്പഴത്ത് മഠം രാഗേഷ് എമ്പ്രാന്തിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. രാവിലെ ഗണപതി ഹോമത്തിന് ശേഷമായിരുന്നു പൊങ്കൽ. തുടർന്ന് മൂലസ്ഥാന പ്രദക്ഷിണം, അന്നദാനം എന്നിവയും നടത്തി. ചടങ്ങുകൾക്ക് അജിത്ത് പാലേശ്ശേരിൽ, ഗംഗപ്രസാദ്, ഗോപിനാഥൻ പിള്ള, സന്തോഷ് ലകാപുരി, രാജീവ് കൈപ്പള്ളിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. 1.25 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. ചവറ സ്വദേശി ജിതിനാണ് അറസ്റ്റിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. വിദേശമദ്യ ശേഖരവുമായി യുവാവ് പിടിയിൽ. കോട്ടയ്ക്കൽ സ്വദേശി രാജേഷാണ് അറസ്റ്റിലായത്. പെട്രോളിങ്ങിനിടെയാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോനാണ് അറസ്റ്റിലായത്. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇയാൾ ഉപദ്രവിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.